your new life in Christ. ക്രിസ്തുവിലുള്ള നിങ്ങളുടെ പുതിയ ജീവിതം. യേശു ക്രിസ്തുവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഒരു പുതിയ ജീവിതമാണ്. പലരും തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് പറയാറുണ്ട്, എനിക്ക് മാറ്റം ആവശ്യമുണ്ട്, എനിക്ക് വ്യതിയാനം സംഭവിക്കണം, എനിക്ക് മാറ്റം സംഭവിക്കണം. പലരും കൂട്ടായ്മയ്ക്ക് വരുന്നത്, വചന കഴിവുകൾക്ക് വരുന്നത് ഈ മാറ്റത്തിന് വേണ്ടിയാണ്. നല്ലൊരു ആഗ്രഹമാണ്. കാരണം മാറ്റത്തിന് പ്രതീക്ഷയില്ലാതെ, ഉദ്ദേശമില്ലാതെ, മാറ്റങ്ങളില്ലാതെ ദൈവത്തെ അറിയുവാനും ദൈവിക കാര്യങ്ങളോട് സംബന്ധിക്കുവാനും താല്പര്യമുള്ള ഒരു വിശാലമായിരിക്കുന്ന മതസംഹിതയും ജനങ്ങളും ഭൂപരപ്പിലുള്ളപ്പോൾ, ക്രിസ്തീയ ലോകത്ത് തന്നെ ഉള്ളപ്പോൾ, മാറ്റത്തിന് വേണ്ടിയുള്ള ആഗ്രഹം വളരെ നല്ല ആഗ്രഹമാണ്. ചേഞ്ച്. നാം തന്നെ നമ്മുടെ ഹൃദയത്തിൽ അത് ആഗ്രഹിക്കുന്നു. വി വാണ്ട് ടു ചേഞ്ച്. മാറ്റത്തിന് വേണ്ടി നാം ആഗ്രഹിക്കുന്നു. വാസ്തവത്തിൽ നാം ഒരു ക്രിസ്തീയ സാക്ഷ്യം പ്രസ്താവിക്കുന്നവരാണെങ്കിൽ, ക്രിസ്തീയ അനുഭവത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്നവരാണെങ്കിൽ, നാം വിചാരിക്കുന്നതിൽ കവിഞ്ഞുള്ള മാറ്റം നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഭാര്യയും ഭർത്താവും കൂട്ടായ്മയിൽ പോകുന്നവരാണെങ്കിലും ഭർത്താവിൽ മാറ്റം ഭാര്യ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരുമിച്ച് കൂട്ടായ്മയ്ക്ക് പോകുന്നവരാണെങ്കിലും ഭർത്താവ് ഭാര്യയിൽ മാറ്റം പ്രതീക്ഷിക്കുന്നു. സ്വന്തം ജീവിതത്തിൽ അത്രയും മാറ്റം പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും. നീ പ്രാർത്ഥിക്കുന്നയാളല്ലേ, നീ അന്യഭാഷ പറയുന്ന ആളല്ലേ, ബൈബിൾ വായിക്കുന്നയാളല്ലേ, നമ്മുടെ ചുറ്റുമുള്ള ലോകം നമ്മൾ മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. മാറ്റം അനിവാര്യമാണ്. എന്നാൽ ഈ മാറ്റം ലോകത്തിൽ വ്യത്യസ്ത രീതിയിലാണ് ലോകത്തിൽ മാറ്റം സംഭവിക്കുന്നത്. അനുഭവങ്ങൾ കൂടി ആളുകൾക്ക് മാറ്റം സംഭവിക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ ചിട്ട മര്യാദ, ലൈഫ് പ്രിൻസിപ്പിൾസ്, ജീവിത പ്രമാണങ്ങൾ അനുവർത്തിക്കുന്ന നിമിത്തം മാറ്റം സംഭവിക്കുന്നുണ്ട്. ജീവിതത്തിൽ സംഭവിക്കുന്ന ദുരന്തങ്ങൾ, ദുഃഖകരമായിരിക്കുന്ന അനുഭവങ്ങൾ ജീവിതത്തെ തിരിച്ച് വിലയിരുത്തിയ ശേഷം മനുഷ്യന് മാറ്റം സംഭവിക്കുന്നുണ്ട്. പലർക്കും സംഭവിക്കുന്ന നാച്ചുറൽ മെച്യൂരിറ്റി, കാലങ്ങൾ കൊണ്ട് വരുന്ന പക്വത, പല മനുഷ്യരിലും മാറ്റം ഉളവാക്കുന്നതാണ്. There are different kinds of change in the world. വ്യത്യസ്ത വിധത്തിലുള്ള മാറ്റങ്ങൾ നാം ലോകത്തിൽ കാണുന്നുണ്ട്. ഐഡിയൽസ്, ആദർശങ്ങൾ പുലർത്തുന്നവരുണ്ട്. അത് മുഖാന്തരം ജീവിതത്തിൽ വ്യതിയാനം, മാറ്റം നാം കാണുന്നുണ്ട്. ക്രിസ്തീയ മാറ്റത്തെ ആ നിലയിലുള്ളൊരു മാറ്റമായി നാം കണ്ടാൽ പോരാ. എനിക്ക് ഇന്ന കാര്യങ്ങളിൽ മാറ്റം വേണം, ഇന്ന കാര്യങ്ങൾക്ക് വ്യതിയാനം വേണം. ഐ നീഡ് ചേഞ്ച്. നമ്മുടെ മനസ്സിൽ നാം കാണുന്ന നിലയിൽ, ചുറ്റും പ്രതീക്ഷിക്കുന്ന നിലയിൽ, പരിചയപ്പെട്ടിരിക്കുന്ന നിലയിലുള്ള ചേഞ്ചസ്, വ്യതിയാനങ്ങൾ അല്ല ക്രിസ്തീയ വ്യതിയാനം എന്നുള്ളത്. ക്രിസ്ത്യ ജീവിതത്തിൽ യേശു ക്രിസ്തുവിൽ നമുക്ക് ലഭ്യമായി തീരുന്നത് എ ചേഞ്ച് ലൈഫ്, വ്യതിയാനപ്പെട്ട ഒരു ജീവിതമല്ല നമുക്ക് ലഭിക്കുന്നത്. എ ന്യൂ ലൈഫ്, ഒരു പുതിയ പുത്തൻ ജീവിതമാണ് നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് പുതുക്കപ്പെട്ട ഒരാത്മാവുണ്ടാകുന്നു. We are born again. നാം വീണ്ടും ജനിക്കുന്നു. ദിവ്യമായിരിക്കുന്ന ദൈവത്തിൻ്റെ തന്നെ നിത്യജീവൻ നമ്മുടെ ഉള്ളിൽ സ്വീകരിക്കുന്നു. ഒരു ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആയിരിക്കുന്നു. ന്യൂ ക്രിയേഷൻ. ആ പുതിയ സൃഷ്ടിയിൽ ഒരു മാറ്റമല്ല,
നവ്യമായിരിക്കുന്ന ഒരു തുടക്കമാണ് പുതിയ സൃഷ്ടിയിലുള്ളത്. നമ്മളൊരു പുതിയ മനുഷ്യൻ സംജാതമാകുന്നു. ഇതിൽ കൂടിയെല്ലാം നമ്മുടെ ജീവിതത്തിൽ ലഭ്യമായി തീരുന്നത് എ ന്യൂ ലൈഫ്, ഒരു പുതിയ ജീവിതമാണ് ദൈവമക്കൾക്ക് ലഭ്യമായിരിക്കുന്നത്. ന്യൂ ലൈഫ്, പുതിയ ജീവിതം. പഴയത് കഴിഞ്ഞുപോയി, സകലതും പുതുതായി തീർന്നിരിക്കുന്നു. പുതിയ ജീവിതം. ദൈവമക്കളെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം അനിപേക്ഷണീയമായി, നമ്മുടെ ഭക്തിയോട് ചേർന്ന് അനിപേക്ഷണീയമായി നാം ശ്രദ്ധ വെക്കേണ്ട ഒരു കാര്യം, പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യം, ഒരു പുതിയ ജീവിതം നാം ലക്ഷ്യമാക്കേണം, നാം പ്രതീക്ഷിക്കണം. ക്രിസ്തീയ ഭക്തി നമ്മളെ അതിലേക്കാണ് കൊണ്ടുപോകേണ്ടത്. ദൈവത്തിൽ നാം ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുതിയ സൃഷ്ടി ലഭിച്ചിരിക്കുന്നു, നമ്മളൊരു പുതിയ മനുഷ്യൻ സംജാതമായിരിക്കുന്നു. പുതിയ ജീവിത പ്രമാണങ്ങൾ, ലൈഫ് പ്രിൻസിപ്പിൾസ്, പുതിയ ജീവിത പ്രമാണങ്ങൾ, നമ്മൾ ആകമാനം പരിവർത്തനം വരുത്തുമാറാക്കുന്ന ഓൾച്ചിക്കുന്ന ന്യൂ ലൈഫ് പ്രിൻസിപ്പിൾസ്, തീർത്തും പുത്തനായിരിക്കുന്ന ദിവ്യ ജീവിത പ്രമാണങ്ങൾ നമ്മളിൽ ഉൾനടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ അകത്ത് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നു, ബഡ് ചെയ്തിരിക്കുന്നു, നമ്മുടെ ഉള്ളിൽ ചേർത്ത് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, വിതയ്ക്കപ്പെട്ടിരിക്കുന്നു. തീർത്തും പുത്തൻ ജീവിതത്തിന്റെ സകല സാധ്യതയും യേശു ക്രിസ്തുവിലുള്ള നമ്മുടെ പുതിയ ജനനത്തിൽ നമുക്കുണ്ട്. ഈ പുതിയ ജീവിതത്തിന്റെ രൂപാന്തരത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന അടിസ്ഥാന ഘടകങ്ങളും ആ അടിസ്ഥാന ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം ഫ്രം സിൻ ടു ഇറ്റേണൽ ലൈഫ്, പാപത്തിൽ നിന്നും നിത്യ ജീവനിലേക്ക് നാം ഇന്ന് ചിന്തിക്കുന്ന സന്ദേശ വിഷയം പാപത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് എന്നുള്ളതാണ്. ഇതിനാധാരമായി നാം തുടങ്ങുന്നത് അടിസ്ഥാനപരമായി നമുക്ക് ലഭ്യമായിരിക്കുന്ന ഒരു ദൈവിക അനുഗ്രഹത്തെക്കുറിച്ച് നാം പറയുകയാണ്. ഓൾഡ് മാൻ, നമ്മുടെ പഴയ മനുഷ്യൻ, പഴയ മനുഷ്യൻ വീണ്ടും ജനിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന, നമ്മുടെ ഉള്ളിൽ വരുന്ന പുതിയ സൃഷ്ടിയോട് ചേർന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. അതാണ് ആന്തരിക മനുഷ്യൻ, ഇന്നർ മാൻ എന്ന് ദൈവവചനം പറയുന്നത്. ആ മനുഷ്യന്റെ മറുപേരാണ് പുതിയ മനുഷ്യൻ, ന്യൂ മാൻ. ദൈവമക്കളുടെ ഉള്ളിൽ വീണ്ടും ജനനത്തിൽ ഒരു പുതിയ മനുഷ്യൻ ലഭ്യമാകുന്നു. അതോട് ചേർന്ന് ദൈവമക്കളെ സമയത്തോളം ഒരു തിരിച്ചറിവുണ്ടാകുന്നു, അതുവരെയും ഇല്ലാത്തൊരു തിരിച്ചറിവ്. നിങ്ങൾ ലോകത്തിൽ ചെന്ന് പുറത്തു ചെന്ന് രക്ഷിക്കപ്പെടാത്ത ഒരാളോട് പുതിയ മനുഷ്യനെ കുറിച്ചും പഴയ മനുഷ്യനെ കുറിച്ചും പറയുന്നു. ഒരു മനുഷ്യൻ മാത്രമേ. നിങ്ങൾ പറയുന്ന രണ്ട് മനുഷ്യനെ കുറിച്ചാണ്. അവർക്കൊരു മനുഷ്യനെ അറിയത്തുള്ളൂ. അവരറിയുന്ന ആ മനുഷ്യന്റെ പേരെന്താണെന്ന് അറിയാമോ? പഴയ മനുഷ്യൻ. നമുക്ക് പഴയ മനുഷ്യനായി തീർന്നിട്ടില്ല. നാം ഇന്ന് ഇവിടെ നിന്ന് പറയുമ്പോ പുറകോട്ട് നമുക്ക് എന്ത് പറയാൻ കഴിയും? We had an old man. നമുക്കൊരു പഴയ മനുഷ്യൻ ഉണ്ടായിരുന്നു. ഏതാ ഈ പഴയ മനുഷ്യൻ? അധർമ്മത്തിലും പാപത്തിലും മരിച്ചു കിടന്ന ആ മനുഷ്യൻ. ഈ പഴയ മനുഷ്യൻ ആരാണ്? ഈ പഴയ മനുഷ്യൻ പഴയ നടപ്പ് സംബന്ധിച്ച് വഷളായി പോകുന്ന ജഡാസക്തികൾ കൊണ്ട് വഷളായി പോകുന്ന പഴയ മനുഷ്യൻ
The man who lived the old manner of life. പഴയ ജീവിതം ജീവിച്ച മനുഷ്യനാണ് പഴയ മനുഷ്യൻ. വീണ്ടും ജനിക്കാത്ത മനുഷ്യൻ, പാപത്തിൽ മരിച്ചു കിടക്കുന്ന മനുഷ്യൻ, പാപത്തിന് അടിമയായിരിക്കുന്ന മനുഷ്യൻ. പഴയ മനുഷ്യൻ, he is a slave to sin. പാപത്തിന് അടിമയാണ്. പാപത്തിന് അടിമയാണ് പഴയ മനുഷ്യൻ. ദൈവനീതി സംബന്ധിച്ച്, ദൈവ കൽപ്പനകൾ സംബന്ധിച്ച്, വ്യവസ്ഥകൾ സംബന്ധിച്ച് തിരഞ്ഞെടുക്കുവാൻ ശേഷിയില്ലാത്ത മനുഷ്യനാണ് പഴയ മനുഷ്യൻ. He has no option concerning sin. He cannot but sin. പാപം ചെയ്യാതിരിക്കുവാൻ കഴിയില്ല. പാപം സംബന്ധിച്ച് തിരഞ്ഞെടുപ്പിന്റെ ശേഷിയില്ല. പാപം എന്ന് പറയുന്ന യജമാനൻ, ചെയ്യുക എന്ന് പറയുമ്പോൾ ചെയ്യുന്ന മനുഷ്യൻ, പോകുക എന്ന് പറയുമ്പോൾ പോകുന്ന മനുഷ്യൻ, പറയുക എന്ന് പറയുമ്പോൾ പറയുന്ന മനുഷ്യൻ. പാപമെന്ന ഉടമസ്ഥന് തീർത്തും വിധേയപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ. ആ മനുഷ്യന്റെ കണ്ണ്, നാക്ക്, വായ, ശരീരാവയവങ്ങളെല്ലാം പാപത്തിന് ദാസ്യമാണ്, പാപത്തിന്റെ യജമാനന് അടിമയാണ്. ഇതാണ് പഴയ മനുഷ്യൻ. Man who has no choice concerning sin, who is a slave to sin. പാപത്തിന് വിധേയപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ. പഴയ മനുഷ്യൻ. നിങ്ങളുടെ പഴയ മനുഷ്യൻ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. 6 വാക്യത്തിൽ നാം വായിക്കുന്നതാണ്. ഇതാണ് പഴയ മനുഷ്യൻ. ഈ പഴയ മനുഷ്യൻ എന്ത് സംഭവിച്ചു? അതാണ് നാം വായിച്ചത്. നിങ്ങളുടെ പഴയ മനുഷ്യൻ, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ കൊണ്ട് പാപശരീരത്തെ നീക്കം വരേണ്ടത് നമ്മുടെ പഴയ മനുഷ്യൻ യേശുക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടു. പഴയ ജീവിതം ജീവിച്ച് പാപത്തിന് അടിമപ്പെട്ട് ഹൃദയവും മനസ്സും പ്രവൃത്തിയും ശരീരവും പാപത്തിന് വിൽക്കപ്പെട്ടിരുന്ന, ദാസ്യത്തിലായിരുന്ന പഴയ മനുഷ്യൻ, ആ പഴയ മനുഷ്യൻ യേശുക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടു. ഈ പറയുന്ന കാര്യം എനിക്കറിയാം, ഇത് പിടികിട്ടാത്തൊരു കാര്യമാണ്. നിങ്ങൾക്കറിയാമോ, നാം ഇവിടെ വന്ന് ഇരിക്കുന്ന ഈ ഒരു ഇരിപ്പ് നമുക്ക് യഥാർത്ഥമാണ്. ഈ കേൾവി നമുക്ക് യഥാർത്ഥമാണ്. നാം ശ്രദ്ധിക്കുന്ന നമുക്ക് യഥാർത്ഥമാണ്. നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ തന്നെയും അതിലേക്ക് നമ്മുടെ മനസ്സ് വെക്കുന്നു എന്നുള്ളൊരു യഥാർത്ഥമാണ്. വരാൻ കഴിയില്ല. ഒരിക്കലും നിനക്ക് വരാൻ കഴിയുമായിരുന്നില്ലെങ്കിലും നിങ്ങൾ വന്നിരിക്കുന്നു. ഇത് വെറുതെ സംഭവിച്ചിരിക്കുന്ന കാര്യമല്ല. Something that you do not know has happened on behalf of you. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അറിയാത്ത ചില കാര്യങ്ങൾ നടന്നതിന്റെ പശ്ചാത്തലത്തിലാണ് അനേക കാര്യങ്ങളും നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥങ്ങളാക്കി തീർന്നിരിക്കുന്നത്. Hallelujah. We are beneficiaries of the great work of God that has happened on Calvary. കാൽവരിയിൽ സംഭവിച്ച ദിവ്യ പ്രവൃത്തിയുടെ സ്വീകര്യാർത്ഥങ്ങളാണ്. Beneficiaries are. We don't know. വാസ്തവത്തിൽ അറിയുന്നില്ലെന്ന് മാത്രമേ. നാം അറിയാത്ത അനേക മഹൽ രഹസ്യം നമുക്ക് വേണ്ടി കാൽവറിയിൽ നടന്നിട്ടുണ്ട്. Praise the Lord. നാം എങ്ങനെയാ പറയുന്നത്? Father, പിതാവേ. How dare you call that? നിങ്ങൾക്ക് എങ്ങനെ ഇത് വിളിക്കുവാൻ കഴിഞ്ഞു? Father, സ്വർഗ്ഗത്തിലെ ദൈവത്തെ, ദൂതന്മാരുടെ ആരാധനെ, മനുഷ്യർക്ക് അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനെ, സർവ്വ ശക്തനായിരിക്കുന്നവനെ, പൊടിയായിരിക്കുന്ന മനുഷ്യൻ, നേരെ നിൽക്കുവാൻ നിവൃത്തിയില്ലാത്ത
പ്രാപ്തിയില്ലാത്ത മനുഷ്യൻ, പാപഭംഗുരനായിരിക്കുന്ന മനുഷ്യൻ, ദൈവത്തിലേക്ക് തിരിയുവാൻ പ്രാപ്തിയില്ലാത്ത മനുഷ്യൻ, he calls him father, അവനെ പിതാവേ എന്ന് വിളിക്കുന്നു. Because of the great miracle of the cross, കാൽവരിയുടെ മഹാത്ഭുതം നിമിത്തമാണ് ഈ ഞാൻ എന്റെ പിതാവേ എന്ന് വിളിക്കുവാനിടയായിട്ടുള്ളത്. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന അനേക ഭക്തന്മാർക്കും പാപത്തിന്റെ ഭാരമില്ലാത്തവരാണ്. ഒറ്റക്കാലിൽ ദിവസങ്ങൾ കഴിയുന്നവരുണ്ട്, മണിക്കൂറുകൾ നടക്കുന്നവരുണ്ട്, ദിനങ്ങളോളം ഭക്ഷണം കഴിക്കാത്തവരുണ്ട്, വെയിലത്ത് കിടക്കുന്നവരുണ്ട്, മണലിൽ കിടന്ന് ഉരുളുന്നവരുണ്ട്, പണം ചെലവഴിക്കുന്നവരുണ്ട് ധാരാളമായിട്ട്. Oh, for one thing, my sin, എന്റെ പാപത്തിന്റെ പരിഹാരം without no cost, ഒരു ചിലവ് കൊടുക്കാം നിങ്ങൾക്കത് ലഭിച്ചു. നിങ്ങളുടെ ഉള്ളം പറയുന്നു ഹല്ലേലൂയ, I'm no more a sinner. ഞാനൊരു പാപിയല്ല, എന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. യേശു കാൽവരിയിൽ ക്ഷമിച്ചിരിക്കുന്നു. അത് വെറും അറിവല്ല, വെറും പഠനമല്ല, എന്റെ ഉള്ളത്തിൽ ആത്മാവ് സാക്ഷിച്ച I know I'm not a sinner. ഞാൻ പാപിയല്ല എന്ന് അറിയുന്നു. Instead, എന്റെ ദൈവത്തിന്റെ അടുക്കൽ ചെന്ന ശേഷം പാപി എന്നുള്ള ബോധത്തിലല്ല, എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ അടുത്തു വന്ന് കരങ്ങളിൽ പിടിക്കുവാനും അവന്റെ മുഖത്ത് നോക്കുവാനും അവന്റെ സന്നിധിയിലായിരിക്കുവാനും പ്രത്യാശയുടെ വാക്കുകൾ പറയാൻ I can be so near, അവൻ എത്രയും അടുത്തായിരിക്കാനുള്ള ബന്ധം. ഹല്ലേലൂയ. നമുക്ക് ചേർന്ന് പറയാം ബന്ധം. എനിക്ക് ദൈവത്തോട് ബന്ധമുണ്ടായി, ദൈവം എനിക്ക് പിതാവായി തീർന്നു, എന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടു. ഇതെല്ലാം അവിടെ നടന്ന കാര്യങ്ങളാണ്. നമുക്കത് പിടിയില്ലായിരുന്നു. നാം കർത്താവിലേക്ക് വന്നപ്പോൾ നാം മനസ്സിലാക്കി തുടങ്ങിയുള്ളൂ. ഇപ്പോഴും നാം മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. What a blessing we have in Christ. ക്രിസ്തുവിലുള്ള നമ്മുടെ അനുഗ്രഹ സമ്പത്തിനെ കുറിച്ച് നാം അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വർദ്ധിക്കുന്നതോറും ആത്മാവിൽ നമ്മുടെ കാണുന്നതോറും നമ്മുടെ ഉള്ളത്തിലെ യാഥാർത്ഥ്യം പ്രകാശിക്കുന്നതോറും we are men of praise and worship. നാം ആരാധനയുടെയും സ്തുതിയുടെയും മക്കളായി തീരുന്നു. ഹല്ലേലൂയ. People are in fear because of the curse that's looming upon them. അവിടെ മീതെ ഭൂമി നിൽക്കുന്ന ശാപനിമിത്തം മനുഷ്യൻ ഭയപ്പെടുമ്പോൾ എനിക്ക് വെള്ളിയാഴ്ചയിലെ ചൊവ്വാഴ്ചയിലെ നേരമില്ല. I have no time and place. വ്യത്യാസം കൂടാതെ എനിക്ക് മുമ്പോട്ട് നടക്കുവാനായിട്ടുള്ള ധൈര്യം എന്റെ ശാപം നീക്കപ്പെട്ടു, കാൽവരിയിൽ നീക്കപ്പെട്ടു. ഹല്ലേലൂയ. പല രീതി ഭയപ്പെട്ട മനുഷ്യൻ, പിശാചിനെ ആക്രമണത്തെ ഭയപ്പെട്ട് ഭയത്തിൽ കഴിയുന്ന മനുഷ്യൻ, അതിന്റെ നടുവിൽ യേശു ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യത്തിൽ കാൽവരിയിൽ പിശാചിന്റെ തലയെ തകർത്തവൻ കാൽവരിയിൽ നടന്നു. കാൽവരിയിൽ നടന്നു. ആൻഡ് എ ഫ്രീ മാൻ, എന്നെ സ്വന്തമാക്കി തീർക്കപ്പെട്ടിരിക്കുന്നു. ഇത് ദൈവമക്കളുടെ ജന്മാവകാശം, ദൈവമക്കളുടെ ജന്മാവകാശമാണ്. പണത്തിന് തരുവാൻ കഴിയാത്തത്, പഠനത്തിന് തരാൻ കഴിയാത്തത്, സമൂഹത്തിനും ജീവിതത്തിലെ സൗകര്യങ്ങൾക്കും എന്തെങ്കിലും ലഭിക്കാൻ കഴിയാത്ത ഒന്നാണ് നിനക്ക് യേശു ക്രിസ്തു ലഭിച്ചിരിക്കുന്ന ഈ ദിവ്യ അവകാശങ്ങളെല്ലാം. സ്വർഗ്ഗത്തിലെ സകല ആത്മീയനുഗ്രഹങ്ങളാലും നമ്മളെ ക്രിസ്തുവേശുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവായ ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Blessed be his name. അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Knowing his freedom, നീ അറിയുന്നതാണ് സ്വാതന്ത്ര്യം. നീ ചെയ്ത് ലഭിക്കുന്ന ഒന്നല്ല സ്വാതന്ത്ര്യം. When you know, you shall know the truth, and the truth shall set you free. നിങ്ങൾ സത്യം അറിയും. Know the truth, touch the truth. സത്യത്തെ അറിയുക, സത്യത്തെ സ്പർശിക്കുക, സത്യത്തിലേക്ക് വരിക, സത്യത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ വരിക. Christ died. യേശു കർത്താവ് മരിച്ചു. I am blessed. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനായി തീർന്നു. Just that's true. അത് സത്യമാണ്. യേശു കർത്താവ് കാൽവരിയിൽ മരിച്ചു. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ആ കൂട്ടത്തിൽ നടന്ന ഒരു കാര്യമാണ് ശാപം നീങ്ങി, പാപഭാരം നീങ്ങി, ഭാവി എന്നുള്ള മുദ്ര മാറി. നമ്മുടെ ശിക്ഷാവിധി മാറി. പിള്ളേരെ ഒന്നും ആരും വെറുതെ പറഞ്ഞ് പേടിപ്പിക്കരുത്. അയ്യോ അടിക്കും, അയ്യോ ശിക്ഷിക്കും.
ആരെങ്ങനെ ആരാധനയ്ക്ക് നിങ്ങൾ കൊണ്ടുവരുന്നത് കേട്ടോ. ആരാധനയ്ക്ക് വന്നില്ലെങ്കിൽ ക്യാൻസർ വരുത്തുമെന്ന് പറഞ്ഞ് ആരെയും കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് ഒരുപാട് പേരും പലരെയും സ്നാനപ്പെടുത്തുന്നതും ആരാധനയ്ക്ക് കൊണ്ടുവരുന്നത്. ആ പെട്ടിലെ കണ്ടു. നിന്നെ പോലെ ദൈവത്തെ സൃഷ്ടിക്കുകയാണ്. ഡോണ്ട് മേക്ക് ഗോഡ് ടു സ്മോൾ ലൈക്ക് യു. നിന്റെ നിലയിലേക്ക് ദൈവത്തെ ചെറുതാക്കരുത്. God is a gracious God. കൃപാലുവായിരിക്കുന്ന ദൈവമാണ്. God has given us free will. സ്വതന്ത്രമായി തിരഞ്ഞെടുക്കുവാനായിട്ടുള്ള ആ വിവേചനം ദൈവം നമുക്ക് തന്നിരിക്കുന്നു. നീ വിനയപ്പെടുത്തുമ്പോൾ സത്യത്തിന് നേരെ കണ്ണടയ്ക്കാതിരിക്കാമെങ്കിൽ ദൈവത്തിന്റെ പ്രകാശത്തിന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കും. നിനക്ക് മുമ്പോട്ട് പോകാനായിട്ട് ദിവ്യമായിരിക്കുന്ന പാത നൽകുവാൻ തക്കുന്ന കൃപ, സർവർക്കും രക്ഷാകരമായിരിക്കുന്ന കൃപ ദൈവം ഉദിപ്പിച്ചിരിക്കുകയാണ്. Everybody who is honest and humble, സത്യസന്ധരും വിനയമുള്ളവർക്കും എല്ലാവർക്കും ദൈവത്തിന്റെ വെളിച്ചത്തിൽ കടന്നു വരുവാനായിട്ട് കഴിയും. ഈ വലിയ പട്ടികയിൽപ്പെട്ടൊരു കാര്യമാണ് നാം വായിച്ചത്. നിങ്ങളുടെ പഴയ മനുഷ്യൻ, നിങ്ങളുടെ പഴയ മനുഷ്യൻ, നിങ്ങളുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. ഈ ശവം ചുമന്നുകൊണ്ട് കുറെ നാൾ നടക്കുകയായിരുന്നു. പണ്ട് ക്രൂശിക്കപ്പെട്ട ഒരു ശവം. 15 വർഷം, 17 വർഷം, 25 വർഷം, 40 വർഷം ആ ക്രൂശിക്കപ്പെട്ട ആ പഴയ മനുഷ്യനുമായിട്ട് നടക്കുകയായിരുന്നു. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് യഥാർത്ഥമായി തീർന്നിരുന്നില്ല. കറണ്ട് ഉണ്ടെങ്കിലും നിങ്ങളുടെ ടേബിൾ ലാമ്പ് കത്തണമെങ്കിൽ ആ ടേബിൾ ലാമ്പിന്റെ പ്ലഗ് ഘടിപ്പിക്കണം. പ്ലഗ് പോയിന്റിലേക്ക് ഘടിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പഴയ മനുഷ്യനെ കാൽവറിയിൽ ദൈവം യേശു ക്രിസ്തുവിൽ ചെയ്തു. പഴയ മനുഷ്യൻ ദൈവം കാൽവറിയിൽ പഴയ മനുഷ്യന്റെ കാൽവറിയിൽ ജീവനെടുത്ത് കളഞ്ഞു. പക്ഷേ യേശു കർത്താവിലേക്ക് വരുമ്പോൾ മാത്രമേ അതിന്റെ ഫലം നമുക്ക് ലഭിക്കുവാനായിട്ട് തുടങ്ങും. അവിടെ വായിച്ചെന്താണ്? പഴയ മനുഷ്യനെ എന്തിനാണ് യേശുക്രിസ്തുവോട് ക്രൂശിക്കപ്പെട്ടു എന്നാണ് വായിക്കുന്നത്. പഴയ മനുഷ്യൻ എന്താണ് അതിന്റെ ഫലം, അതിന്റെ ഉദ്ദേശം എന്താണ്? നാം ഇനി പറയാം, പാപത്തിന് അടിമപ്പെടാതിരിക്കേണ്ടതിന്, ശരീരത്തിന് നീക്കം വരേണ്ടതിന്. പഴയ മനുഷ്യൻ യേശുക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്ന ഉദ്ദേശം എന്താണ്? പഴയ മനുഷ്യനായിരുന്നു, പാപത്തിനടിമയായിട്ട് ജീവിച്ചിരുന്നു. ഇച്ഛയും ഹൃദയവും മനസ്സും പാപമായിട്ട് ബന്ധിക്കപ്പെട്ടിരുന്നു. ഒരു കാർ പോകുമ്പോൾ, വണ്ടി പോകുമ്പോൾ അതിന്റെ ഗിയർ ഓപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് എഞ്ചിനും ഈ ഓടിക്കുന്ന ആളുമായിട്ട് ബന്ധം വരുന്നത്. ഗിയറിലായിരിക്കുമ്പോൾ മാത്രമേ എഞ്ചിനുമായിട്ട് ബന്ധമുള്ളൂ, മുമ്പോട്ട് പോവുകയുള്ളൂ. ആ ഗിയർ ഡിസെൻഗേജ് ചെയ്താൽ, ന്യൂട്രലായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എത്ര ആക്സിഡന്റ് കൊടുത്താലും എന്തൊക്കെ ചെയ്തു പറഞ്ഞാലും വണ്ടി, കാർ ഓടണമെന്നുണ്ടെങ്കിൽ ഗിയറും എഞ്ചിനുമായിട്ട് ബന്ധപ്പെടാം. ഈ പഴയ മനുഷ്യന്റെ പ്രശ്നം എന്താണെന്നറിയാമോ? പഴയ മനുഷ്യന്റെ ഇച്ഛയും മനസ്സും ഹൃദയവും ഈ പാപവുമായി ബന്ധിക്കപ്പെട്ടിരിക്കുകയായിരുന്നു. എന്നാൽ കാൽവറിയിൽ നടന്ന കാര്യം എന്താണ്? കാൽവറിയിൽ ഒരു ഉടച്ചുവാർക്കൽ നടന്നു. ഈ പഴയ മനുഷ്യൻ, പാപത്തിന് വിധേയപ്പെട്ടിരുന്ന ആ മനുഷ്യൻ, അതിനിടയ്ക്കുണ്ടായിരുന്ന ആ ഘടനയ്ക്ക് വ്യത്യാസം വരുത്തി. പഴയ മനുഷ്യൻ യേശുക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടു. അത് സംഭവിച്ചപ്പോൾ യേശുക്രിസ്തുവിനായിത്തീരുന്ന ഒരാൾ, യേശുക്രിസ്തുവിനായിത്തീരുന്നയാൾ പഴയ മനുഷ്യനോടുള്ള ബന്ധത്തിൽ സ്വതന്ത്രനായിത്തീരുന്നു. യേശു കർത്താവിനായിത്തീരുമ്പോൾ
യേശുക്രിസ്തുവിലായിത്തീരുമ്പോ പാപം എന്ന ഭരണാധികാരിക്ക് അനിവാര്യമായും കീഴ്പ്പെട്ടിരുന്ന നാം പാപമെന്ന് എന്ന് പറയുമ്പോൾ we cannot but നേരെ പോവുക എന്നുള്ളത്. പാപം എന്ത് കൽപ്പിക്കുന്നത് മാത്രം ചെയ്തിരുന്ന അവസ്ഥയിൽ നിന്നും യേശുക്രിസ്തുവിലായിത്തീരുന്ന ഒരു വ്യക്തിയുടെ ഉള്ളത്തിൽ ഒരു വലിയ ക്രിയ നടക്കുന്നുണ്ട്. പാപത്തിന് അതെ എന്ന് പറഞ്ഞ് കീഴ്പ്പെടുന്ന ആ അവസ്ഥയ്ക്ക് കാൽവരിയിൽ നടന്ന ഒരു ഓപ്പറേഷന്റെ അത്ഭുത ക്രിയ ഫലവത്തായിട്ട് നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നുണ്ട്. രക്ഷിക്കപ്പെടുന്ന നാളിൽ തന്നെ നമുക്കത് പുത്തനായിട്ട് അറിയുവാനായിട്ട് കഴിയും. പോയ വഴിയിൽ, വന്ന ബന്ധങ്ങളിൽ, ചെയ്ത കാര്യങ്ങളിൽ, ഓടി നടന്ന പ്രശ്നങ്ങളിൽ എല്ലാം അകത്ത് നിന്നുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മുടെ ഉള്ളിൽ അപ്പോഴേ നാം അനുഭവിച്ചു തുടങ്ങും. രക്ഷിക്കപ്പെട്ടവരോട് പറയട്ടെ, നിങ്ങളുടെ ഉള്ളത്തിൽ അങ്ങൊരു അത്ഭുതം നടന്നില്ലയോ എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. അങ്ങൊരു കാര്യം രക്ഷിക്കപ്പെട്ടപ്പോൾ നിങ്ങളുടെ അകത്ത് അങ്ങനെ ഒരു അത്ഭുത ക്രിയ നടന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ രക്ഷയെ കുറിച്ച് എനിക്ക് സംശയമുണ്ട്. Hallelujah, there is something in us. നമ്മളിൽ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം, അകത്തുനിന്ന് തന്നെ ഒരു മാറ്റം, അകത്തു തന്നെ ഒരു അകലിച്ച, അകത്തു തന്നെ ഒരു താല്പര്യക്കുറവ്, അകത്തു തന്നെ ഒരു മാറി നിൽക്കുവാനായിട്ടുള്ള മനസ്സ്, അകത്തു തന്നെ വ്യത്യസ്തമായിരിക്കുന്ന ഒരു തുടക്കം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൽ ഈ എഞ്ചിനുമായിട്ട് ബന്ധപ്പെടുത്തിയിരുന്ന ആ ഗിയറിനെ യേശു ക്രിസ്തു ന്യൂട്രലാക്കി തീർത്തു. ഹല്ലേലൂയ. It's made neutral from within. അകത്ത് നിന്നും അവിടെ പോകാൻ കഴിയാത്ത ഒരു നിലയിൽ നിങ്ങളുടെ അകത്ത് നിന്ന്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ലോകത്തിലെ വ്യത്യാസങ്ങൾ പുറത്തുനിന്ന് അഭ്യസിച്ചും പഠിച്ചും മനഃപൂർവ്വമായിട്ട് ചെയ്തും ഒക്കെ പല നിലയിലുള്ള പരിശ്രമത്തിന്റെ ഫലമായി വരുമ്പോൾ യേശുക്രിസ്തു പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടു എന്നുള്ള കാരണത്താൽ അകത്ത് നിന്ന് തന്നെ വ്യത്യാസങ്ങൾ സംഭവിക്കും. അതാണ് നാം വായിച്ച പാപ ശരീരത്തിന് നീക്കം വരേണ്ടത്, പാപത്തിന് അടിമപ്പെടാതിരിക്കുക. ഈ അടിമ എന്ന് പറയുന്നതിന്റെ അർത്ഥം നിങ്ങൾക്കറിയാം. അടിമ എന്ന് പറയും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ സർക്കാരിന്റെ അടിമ അല്ല. ആരെങ്കിലും വിളിച്ചു പറയത്തേ ഉള്ളൂ. എന്തുവാ? അല്ല, വിളിച്ചു പറഞ്ഞാൽ വലിയ കാര്യം ഇല്ല. സീറ്റിൽ കണ്ടില്ലെങ്കിൽ ആള് വന്നില്ല, പുള്ളി ലീവാണ്, അല്ലെ ചിലപ്പോൾ വൈകി വരുകയും വിചാരിച്ചാൽ മതി. അതൊരു സർവന്റ് മാത്രമാണ്, ഒരു ദാസൻ മാത്രമാണ്. അടിമ എന്ന് പറഞ്ഞാൽ എന്താ? വന്നിന്റെ വിവരം അറിയാമെന്നല്ല. അടിമ എന്ന് പറഞ്ഞാൽ അടിമയ്ക്ക് ചോയ്സ്, പാപത്തിന്റെ മുമ്പിൽ തിരഞ്ഞെടുപ്പിന്റെ ശേഷിയില്ല. അടിമത്തത്തിന് മാറ്റം വരിക എന്നുള്ളതാണ് പഴയ മനുഷ്യന്റെ ക്രൂശീകരണം കൊണ്ട് സാധ്യമായി തീർന്നിരിക്കുന്നത്. പാപം സംബന്ധിച്ച് തീരുമാനിക്കുവാനായിട്ടുള്ള തീരുമാന ശേഷി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. We can choose not to sin. പാപം ചെയ്യാതിരിക്കുവാൻ നമുക്ക് കഴിയും. ചിലരുടെ പറച്ചിൽ അങ്ങോട്ട് കേട്ട് കഴിഞ്ഞാൽ തോന്നും റോമാലേഖനത്തിലൊക്കെ പറഞ്ഞിരിക്കുന്ന പച്ചക്കള്ളമാണ് ഇവർ പറയുന്നത്. ശരി, എത്ര ശ്രമിച്ചിട്ടും എല്ലാ പാടുപെട്ടും മകനെ നീ പറയുന്നത് പച്ചക്കള്ളവും എന്റെ ദൈവത്തിന്റെ വചനം പറയുന്നത് സത്യവുമാണ്. If you want to live in obedience to God, ദൈവത്തിന് അനുസരണമുള്ളവനായി നിനക്ക് ജീവിക്കുവാൻ ഉദ്ദേശമുണ്ടെങ്കിൽ കൃപ നിനക്കത് സാധിച്ചു തരുന്നതാണ്. Because our old man is crucified with him. അവനോടുകൂടി പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Your will is made free. നിങ്ങളുടെ ഇച്ഛ സ്വതന്ത്രമായിരിക്കുന്നു, നിങ്ങളുടെ ഹൃദയം സ്വതന്ത്രമായിരിക്കുന്നു, നിങ്ങൾക്ക് നേരെ ചിന്തിക്കുവാനായിട്ട് ചിന്താശേഷി നൽകിയിരിക്കുന്നു. കൂട്ടുകാരെല്ലാം കൂടി ഒരുമിച്ച് കൂടി
നമുക്ക് പൊയ്ക്കളയവിടാ എന്ന് പറയുമ്പോൾ ഞാൻ വരത്തില്ല എന്ന് പറയാനുള്ള ശേഷി ഈ സ്വർഗീയ പ്രവൃത്തി മുഖാന്തരത്തിൽ ലഭിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടിലൊരു TV ഉണ്ടെങ്കിലും TV ഓൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആത്മീയവർദ്ധനയ്ക്ക് ഉതകുന്നതല്ല എന്ന് കാണുന്ന ഒരു പ്രോഗ്രാം, നോ, ഞാനത് വേണ്ടെന്ന് വെക്കുകയാണെന്ന് പറയുവാനായിട്ടുള്ള ഇച്ഛാശക്തി നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതില്ലാതെ ഇരുന്നു പോവുക, അങ്ങ് കണ്ടുപോവുക, എന്റെ ബലഹീനതയാണെന്ന് പറയുന്ന പച്ചക്കള്ള പിശാച് നിന്റെ അകത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അനേകരുടെ ജീവിതത്തിൽ ദൈവികമായിട്ട് ലഭിച്ചിരിക്കുന്ന ഈ അനുഗ്രഹത്തെ കാണുന്നില്ല, അല്ലെങ്കിൽ കാണാതെ പോകുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങളുടെ പഴയ മനുഷ്യൻ അവനോട് ക്രൂശിക്കപ്പെട്ടു. പാപത്തിന്റെ അടിമപ്പെടേണ്ട ആവശ്യം. പാപശരീരം എപ്പോഴും പാപത്തിന്റെ വഴി തിരിഞ്ഞിരുന്ന ആ അവസ്ഥയ്ക്ക് മാറ്റം സംഭവിക്കാം. ഇതുവരെ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും റോമാലേഖനം വായിച്ചിട്ടില്ലെങ്കിൽ, വായിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ, ഇതുവരെ നിങ്ങൾ ഈ കാര്യം അറിഞ്ഞിട്ടില്ലെങ്കിൽ, come on everybody here, ഇവിടെ എന്നെ കേൾക്കുന്ന എല്ലാവരോടും ഞാൻ ഈ കാര്യം പറയാം. എന്താ telling a good news? ഞാൻ നിങ്ങളൊരു പുതിയ ഒരു സുവാർത്ത നിങ്ങളോട് വിളിച്ചു പറയുകയാണ്. എന്താണത്? കുഞ്ഞെ, രക്ഷിക്കപ്പെട്ട ദൈവവൈതലേ, വീണ്ടും ജനിക്കപ്പെട്ട ദൈവത്തിന്റെ വൈതലേ, ഹല്ലേലൂയ. നമ്മുടെ പഴയ മനുഷ്യൻ യേശു ക്രിസ്തുവിനോട് കൂടി സ്വന്തം ഇഷ്ടം ചെയ്ത് പാപത്തിന്റെ വഴിയിൽ നടന്ന് പാപം ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ലാത്തവണ്ണം അടിമയായി ജീവിച്ചിരുന്ന നിന്റെ പഴയ മനുഷ്യൻ, ആ പഴയ മനുഷ്യൻ, പാപത്തിന് വിധേയപ്പെട്ടിരിക്കുന്ന പഴയ മനുഷ്യൻ കാൽവരിയിൽ യേശു ക്രിസ്തുവിനോടുകൂടി തറയ്ക്കപ്പെട്ടിരുന്നു. ഹല്ലേലൂയ. പഴയ മനുഷ്യൻ യേശു ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടു. ഇപ്പോൾ അറിഞ്ഞോണം. ഹല്ലേലൂയ. നിങ്ങളുടെ കയ്യിൽ, നിന്റെ ജീവിതത്തിൽ ഉണ്ട്, നിവൃത്തിയില്ല, പാടില്ല, രക്ഷയില്ല, ഒന്നും നടക്കുന്നില്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, ആ തോന്നുന്നവരോട് ഞാൻ പറയുകയാണ്, അങ്ങനെ തോന്നി നടക്കേണ്ട ആവശ്യമില്ല. പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അറിവ് നമുക്കുണ്ടായിരിക്കും. Know that our old man is crucified. പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യമാണ്. പഴയ മനുഷ്യനെ നിങ്ങളിങ്ങനെ ക്രൂശിക്കാൻ കൊണ്ട് ശ്രമിക്കേണ്ട. അങ്ങനെ ക്രൂശിക്കുന്നതോടും അങ്ങോട്ടൊരു തള്ളു വരുമ്പോൾ തിരിച്ചു വരും ഈ തള്ള. അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ എന്താ പറഞ്ഞിരിക്കും? First begin with knowing. ഈ യാഥാർത്ഥ്യം നിങ്ങൾ അറിയണം. 2:11 വാക്യം നമുക്ക് വായിക്കാം. നിങ്ങൾ എന്ത് ചെയ്യണം? ക്രിസ്തു യേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെയാണ്. ഒരു കാര്യം ഓർത്തോണം കേട്ടോ. അന്ന് നിങ്ങൾ ജീവിച്ചിരുന്നു ആർക്കാ? വെളിയിൽ എത്തിച്ചാലും, എന്നും ചെന്ന് കൈവണങ്ങിയാലും, പൂവിട്ടാലും, എണ്ണ ഒഴിച്ചാലും, മുട്ട നീന്തിയാലും നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ജീവിച്ചിരുന്നത്? ഇതെല്ലാം അവനവന് വേണ്ടി ചെയ്ത കാര്യമാണ് ദൈവത്തിന്റെ പേര്. ഇപ്പോഴും ഒരുപാട് പേരും ദൈവത്തിന്റെ പേര് ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ അവനവന് വേണ്ടി. വിശ്വസിച്ചാൽ എന്ത് എനിക്ക് കിട്ടും, പ്രാർത്ഥിച്ചാൽ എങ്ങനെ എന്റെ കാര്യം നടക്കും, ദശാംശം കൊടുത്താൽ എങ്ങനെ എനിക്ക് 10 മടങ്ങ് തിരിച്ചു കിട്ടും. പഴയ മനുഷ്യൻ ജീവിച്ചിരുന്നത് ദൈവത്തിനല്ല ജീവിച്ചിരുന്നത്. നാം എന്താ 11 വാക്യത്തിൽ വായിച്ചത്? ക്രിസ്തു ദൈവത്തിന് നിങ്ങൾ എണ്ണണം. ഇപ്പൊ നിങ്ങൾ എണ്ണണം. എന്താണത്? നിങ്ങൾ ആർക്കായി ജീവിക്കുന്നത്? ദൈവത്തിന് ജീവിക്കുന്നു. അത് സാധ്യമാക്കി തീർത്ത കാര്യം എന്താണ്? പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടു, അല്ലെങ്കിൽ പാപസംബന്ധമായി മരിച്ചു. പാപസംബന്ധമായി മരിച്ചു. കൂടെയുള്ള നാത്തൂനും അമ്മായിയമ്മയും ദൈവത്തെ അറിയാത്ത ഭർത്താവും അവരോടൊക്കെ ജീവിക്കുമ്പോൾ നമ്മൾ തമ്മിൽ ഈ ബൈബിളിന്റെ വ്യത്യാസമേ ഉള്ളൂ എന്നൊന്നും ആരും പറയുന്നു. നിങ്ങൾ ചത്ത ആരാധനയ്ക്ക് പോകുന്നു, സത്യത്തിലും ആത്മാവുള്ള ആരാധനയ്ക്ക് പോകുന്നു എന്നുള്ള വ്യത്യാസം പറയുന്നു.
വ്യത്യാസം എന്നാണ്? പാപസംബന്ധമായി പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തുവിന് ജീവിക്കുന്നു എന്നും ദൈവത്തിന് ജീവിക്കുന്നത് നിങ്ങളെ തന്നെ എണ്ണിക്കൊള്ളി. അത് നിങ്ങളുടെ സ്വന്തമായിട്ട് അങ്ങ് കണക്കാക്കുകയും അത് വലിയ പ്രശ്നമാണ്. നമ്മുടെ ഒരു വലിയ പ്രശ്നമാണ്. നമുക്ക് പലതും അറിയത്തില്ല, അറിഞ്ഞാലും അതുകൊണ്ട് സ്വീകരിക്കാൻ വലിയ പ്രശ്നം. കാൽവറിയിൽ ദൈവം ചെയ്ത ഈ അത്ഭുത പ്രവൃത്തി നമുക്ക് സൗജന്യമായി നൽകിയ ഈ വലിയ രക്ഷ, കടിഞ്ചുവപ്പായിരിക്കുന്ന നമ്മുടെ സകല പാപം തീർത്തും വായിച്ചു കളഞ്ഞെന്നുള്ള യാഥാർത്ഥ്യം, അതിന്റെ എല്ലാം മുമ്പിൽ വന്ന് ഇത് മുഴുവൻ കേട്ട ശേഷം എങ്കിലും എന്റെ പാപം എന്നെ പോലൊരാളെ കൈക്കൊള്ളാൻ ആളുകളുടെ ഒരു പ്രശ്നം. രക്ഷിക്കപ്പെട്ട ശേഷം ജീവിതത്തിൽ പരാജയപ്പറ്റി സംഭവിച്ചു കഴിയുമ്പോൾ അനേകരും എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എനിക്കിപ്പോ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, ദൈവം സ്വീകരിക്കും. മകളെ, നമുക്ക് ആയുസ്സുള്ളിടത്തോളം കാലം ഇത് വലിയൊരു ഗുഡ് ന്യൂസ് ആണ്, ഒരു വലിയ സന്തോഷമാണ്. ദൈവത്തിനെ സ്നേഹിക്കുന്നു, ദൈവത്തിനെ സ്വീകരിക്കാൻ കഴിയും. അത്ര വലിയ ഒരു അത്ഭുതകരമായിരിക്കുന്ന കാര്യമാണ് കാൽവരിയിൽ നടന്നത്. കാൽവരിയെ നോക്കിയ ശേഷം നിന്നെ സ്വീകരിക്കാതിരിക്കാൻ ദൈവത്തിന് കഴിയത്തില്ല. കാൽവരിയെ നോക്കിയ ശേഷം നിന്റെ പാപത്തെ ക്ഷമിക്കാതിരിക്കാൻ കഴിയത്തില്ല. വലിയ കാര്യങ്ങളാണ്, അത്ഭുത കാര്യങ്ങളാണ് അവിടെ നടന്നിരിക്കുന്നത്. അത് സ്വീകരിക്കും, അത് സ്വീകരിക്കും. ദൈവസന്നിധിച്ച നീ ഒരു കാര്യം ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരിപ്പുണ്ടെന്ന് നിങ്ങൾ കരുതരുത്. ധൈര്യത്തോടെ കൃപാസനത്തെ അടുത്തേക്ക് നിങ്ങൾ പോകണം, നിങ്ങൾ സ്വീകരിക്കണം. You should be people receiving, believing and receiving, വിശ്വസിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നവരായിരിക്കണം. അതുപോലൊരു കാര്യമാണ് എന്ത് ഇവിടെ എണ്ണിക്കൊള്ളാൻ പറഞ്ഞിരിക്കുന്നത്. എന്താ അത്? ഈ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നിങ്ങളുടെ പഴയ മനുഷ്യൻ അവനോട് ക്രൂശിക്കപ്പെടും. നിങ്ങൾ പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തു ദൈവത്തിൽ ജീവിക്കുന്നവരെന്നും എന്ത് ചെയ്യണം? സ്വീകരിക്കും. ഹല്ലേലൂയ. ഒരു വലിയ നിറഞ്ഞിരിക്കുന്ന തീന്മേശയുടെ മുമ്പിൽ എല്ലാം നിരത്തി വെച്ച ശേഷം ഈ ടി വിയിൽ കാണുമല്ലോ ഓരോ കുക്കറി ക്ലാസ് കാണുമല്ലോ. ഞാൻ ഓർക്കുന്നില്ല, ഇവരെ ഉണ്ടാക്കിയ ശേഷം നമ്മുടെ വിളിച്ച് ഇവരൊക്കെ ശാപ്പെടും, നമ്മൾ വായ്പെടുത്തിരിക്കും. ഞാൻ ചെല്ലുന്നു, എന്തിനത് കണ്ടുകൊണ്ടിരിക്കും. ചില സ്ഥിരം കാണുന്നവരുണ്ട്, അവർ വാവിളിക്കാത്തവരും ഇവരും വാവിളിക്കും. ഇവിടോട്ട് വായു ആകുന്നു, അവരവിടെ. പലരും വചനം കേൾക്കുന്നതും ദൈവസന്നിധിയിൽ വരുന്നതും വാവിളിച്ച് കുക്കറി ക്ലാസ് ടി വി കാണുന്നവർ ഇത് കഴിഞ്ഞ ശേഷം പിന്നെ പോകുന്നത് എങ്ങനെ? അയ്യോ, ഞാൻ മനുഷ്യനാണ്, ബലഹീനനാണ്, ഞാൻ പൊടിയാണ്, ഞാൻ ഒന്നുമില്ല, ഞാൻ ഏതുമില്ല, എന്നെ കൊണ്ടൊരു കഴിവില്ല, നാളെ കഴിയത്തില്ല, ഒരിക്കലും കഴിയത്തില്ല. എന്റെ ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾക്ക് ലഭിച്ചതായിട്ട് നിങ്ങളത് സ്വീകരിപ്പി. Take it for yourself. നിങ്ങളുടേതായിട്ട് കണക്കാക്കുക. Praise the Lord. Hallelujah. Thank you Lord. കർത്താവേ, അവിടുത്തേക്ക് മഹത്വം. പാപസംബന്ധമായി മരിച്ചിരിക്കുകയും പാപത്തിന്റെ യജമാനനെ കാൽവരിയിൽ തോൽപ്പിക്കുകയും എന്റെ ജീവിതത്തെ വിട്ടഴിക്കുകയും ചെയ്ത സ്വാതന്ത്ര്യത്തിനായിട്ട് സ്തോത്രം. ഞാൻ ഇനി പാപത്തെ സേവിക്കുവാൻ, പാപത്തിന്റെ അടിമയില്ലാതിരിക്കട്ടെ വേണം. എനിക്ക് നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യത്തിനായി ഞാൻ സ്തുതിക്കും. Praise the Lord. വിശ്വസിക്കുന്നവർക്ക് മാത്രമേ സ്തോത്രം കരയറ്റുവാനായിട്ട് കഴിയൂ. വിശ്വസിക്കുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് കഴിയൂ. വിശ്വസിക്കുന്നവർക്കുമേ മുമ്പോട്ടുള്ള ചലനങ്ങൾ ലഭിക്കുകയുള്ളൂ. വിശ്വസിക്കുന്നവർക്കുമേ ദൈവത്തിന്റെ വചനത്തിന്റെ അനുഭവത്തിലേക്ക് വരുവാനായിട്ട് കഴിയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേകം ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരുന്നത് മഴയത്ത് കൊടപിടിച്ചുകൊണ്ട് നടക്കുന്നവരാണ്. ആരാധനയോഗങ്ങൾ അനേകരും വരുമ്പോ തൊട്ട് കൊടയുമായിട്ടായിരിക്കുന്നത്. കൊടക്കീഴിൽ നിന്ന് മഴ നനഞ്ഞാലല്ലേ ഉറക്കമെങ്കിലും പോകും. കൊടയുമായിട്ട് സുഖമായിട്ട് മഴയത്തോടെ നടക്കാൻ കഴിയും.
പലർക്കും ദൈവകൃപയാൽ ഉണർത്തപ്പെടുവാനും ദൈവത്തിന്റെ വചനത്താൽ വെല്ലുവിളിക്കപ്പെടുവാനും ദൈവത്തിന്റെ ആഹ്വാനം കേൾപ്പാനും ആത്മീയമായിട്ട് ചലനാത്മകമാകുവാനും മുമ്പോട്ട് ദൈവിക സത്യങ്ങളെ കാണുവാനും ഉൾക്കണ്ടു തുറന്ന് ദൈവികമായിരിക്കുന്ന അഭിവൃദ്ധിയിലേക്കും അനുഗ്രഹത്തിലേക്കും പ്രവേശിച്ച് അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് പോകുവാനും കഴിയാത്തതിന്റെ കാര്യം they cannot believe and take. വിശ്വസിച്ച് സ്വീകരിക്കാനായിട്ട് കഴിയുന്നത്. എണ്ണിക്കൊള്ളും. Take it for yourself. ഹല്ലേലൂയ. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, ക്രിസ്തുവിൽ ലഭിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും സ്വാഭാവികമായിട്ട് നിങ്ങൾ വിശ്വസിക്കാൻ കഴിയാത്ത കാര്യം. അത്ര അനുഗ്രഹിക്കപ്പെട്ട അനുഗ്രഹത്തിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. But still take it. വിശ്വസിക്കുക, അത് അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾക്ക് വേണ്ടി എണ്ണിക്കൊള്ളുക. You shall be free. നിങ്ങൾ സ്വതന്ത്രരാക്കപ്പെടും. പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും നിങ്ങൾ വിടുവിക്കപ്പെടും. അതാണ് നാം മുമ്പോട്ട് വായിക്കുന്നത്. നിങ്ങളെ തന്നെ എണ്ണുക. Take it for yourself. അടുത്ത വാക്യം നമുക്ക് വായിക്കാം. 12. ആകയാൽ പാപം നിങ്ങളുടെ മർത്യശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാറിന് വാഴരുത്. സമ്മതിച്ചു കൊടുക്കും. ആകയാൽ എന്ത് ചെയ്യണം? ഈ പണി നടക്കത്തില്ല എന്ന് പറയും. സമ്മതിക്കണം. പാപം നിങ്ങളുടെ മേൽ അധികാരം നടത്താൻ, ചാട്ടവാറെടുക്കാൻ, പറഞ്ഞു കേൾപ്പിക്കാൻ പാപത്തിന്റെ അധികാരത്തിൽ നിങ്ങളുടെ മേൽ അനുവാദം കൊടുക്കരുത്. വായിക്കാം. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. പണ്ട് ചെയ്തു വന്നിരുന്ന പോലെ നിങ്ങൾ എന്ത് ചെയ്യരുത്? പാപം നിങ്ങളുടെ മേൽ അധികാരം നടത്തി നിങ്ങളുടെ നാക്കിനെ എന്താക്കരുത്? നിങ്ങളുടെ കണ്ണിനെ എന്താക്കരുത്? അനീതിയുടെ. നിങ്ങളുടെ ചെവി എന്താക്കരുത്? നിങ്ങളുടെ കൈകളെയും കാലുകളെയും നിങ്ങളുടെ ശരീരത്തെയും എന്താക്കരുത്? Don't make instruments of unrighteousness. അനീതിയുടെ ആയുധങ്ങളാക്കി. രക്ഷിക്കപ്പെടാത്തവരോട് പറയാൻ പറ്റുന്ന കാര്യമല്ല. വീണ്ടും ജനിക്കാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. വീണ്ടും ജനിക്കാത്തവരോട് ഇത് പറയുമ്പോഴാണ് അത് ന്യായപ്രമാണമെന്ന് പറയുന്നത്. വീണ്ടും ജനിക്കാത്തവരെ സമയത്തോളം ഇതൊക്കെ പറയുമ്പോൾ കോൺവെന്റ് എഡ്യൂക്കേറ്റഡ് എന്നൊക്കെ പറയുന്ന നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചെടുക്കുകയാണ്. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ പാപത്തോടുള്ള അടിമത്തം. നിങ്ങൾ വീണ്ടും ജനിച്ചില്ല. നിങ്ങളുടെ പഴയ മനുഷ്യൻ യേശു ക്രിസ്തുവിന്റെ ക്രൂശിക്കപ്പെട്ടു. പാപശരീരത്തിൽ നീക്കം വരുന്ന അത്ഭുത പ്രവൃത്തി കാൽവരിയിൽ നടന്നു കഴിഞ്ഞു. നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ കഴിയും. You can say no to sin. പാപത്തോട് ഇല്ല എന്ന് പറയാനായിട്ട്. എന്റെ നാക്ക് അതിന് ഉപയോഗിക്കില്ല എന്ന് പറയാൻ കഴിയും. എന്റെ കണ്ണ് അതിന് ഉപയോഗിക്കില്ല എന്ന് പറയാൻ കഴിയും. എന്റെ ശരീരം അനീതിയുടെ ആയുധമായിട്ട് ലഭിക്കില്ല എന്ന് പറയാൻ കഴിയും. Come on, let's say that. നമുക്കത് പറയാൻ കഴിയും. ഹല്ലേലൂയ. ഇന്ന് ഈ വചനം നിങ്ങളുടെ ഭക്തിയുടെ ജീവിതത്തിന്റെ തായ്വേരിലേക്ക് സ്പർശിക്കണമെന്നാണ് ഞാൻ നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. Never make a progress unless you begin it. നിങ്ങൾ ഇവിടെ തുടങ്ങിയില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ആത്മീയ ജീവിതത്തിൽ ചുവടുകൾ കിട്ടും. അനേകരുടെ ആത്മീയ ജീവിതത്തിൽ വ്യക്തതയില്ലാത്തതിന്റെ കാര്യം അവരുടെ ശരീരം അനീതിയുടെ ആയുധങ്ങളായിട്ട് ഏൽപ്പിച്ചുകൊണ്ട് മറ്റു പല കാര്യങ്ങളിലും അവർ ഭക്തിയെ രക്ഷിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ നാം എന്താ വായിച്ചത്? നിങ്ങളുടെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിച്ചു. അനീതിയുടെ ആയുധങ്ങളായിട്ട് നിങ്ങൾ സമർപ്പിക്കരുത്. ഇത്രയും കൊണ്ട് നിർത്തിയാൽ നിങ്ങൾക്ക് അധികം ദൂരം പോകാൻ പറ്റത്തില്ല. പലരും ഇവിടെ നിൽക്കുന്നു. ഇല്ല, ഞാൻ പറയത്തില്ല, ഞാൻ ചെയ്യത്തില്ല. അധികം കാലം നിങ്ങൾക്ക് നോ പറഞ്ഞ് ജീവിക്കാൻ കഴിയും. നിങ്ങൾ എന്ത് ചെയ്യണം? മറുഭാഗം കൂടെ ചെയ്യണം. നിങ്ങൾ എന്ത് ചെയ്യണം? നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിക്കണം. ഹല്ലേലൂയ. Do that. There is better tomorrows. നിങ്ങൾക്ക് നല്ല നാളുകൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. ഭക്തി നിങ്ങൾ കൂടുതൽ യഥാർത്ഥമായി തീരും. ദൈവത്തിന്റെ ഉൾക്കാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ലഭിക്കും. നിങ്ങൾക്ക് നേരെയുള്ള ക്രിസ്തീയ മാർഗത്തെക്കുറിച്ച് വ്യക്തതയുണ്ടായിത്തീരും. അനീതിയുടെ ആയുധങ്ങളായിട്ട് സമർപ്പിച്ചുകൂടാ. മറുഭാഗത്ത് എന്ത് ചെയ്യണം? നീതിയുടെ ആയുധങ്ങളായിട്ട് നിങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കണം.
Say no. അരുതാത്ത കാര്യങ്ങൾ വിട്ട ശേഷം ചെയ്യേണ്ട കാര്യങ്ങൾക്കായിട്ട് നിങ്ങളുടെ കണ്ണും മനസ്സും ഹൃദയവും ശരീരവും എല്ലാം ലഭ്യമായി തീരും. Hallelujah. Bring it to the right place. ശരിയായ ഇടത്തേക്ക് അവയെ കൊണ്ടുവരണം. Not enough to say no. പാടില്ല എന്ന് പറഞ്ഞാൽ മാത്രം മറുഭാഗത്തേക്ക് കൊണ്ടുവരണം. Yes Lord, yes Lord, yes Lord. അതേ കർത്താവേ, അതേ കർത്താവേ. Praise the Lord. നീതിയായി സമർപ്പിച്ചുകൊണ്ട് അതിന്റെ ഫലം എന്താണ് ലഭിക്കുന്നത്? 4-ാം വാക്യം. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരാകുകയാണ്. പാപം നിങ്ങൾ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. Try doing it. അത് നിങ്ങൾ ചെയ്ത് അത് പരിചയിക്കും. നിങ്ങളത് ചെയ്ത് നോക്കി. ചില പറയത്തില്ലേ, come on, just do it. നടക്കുന്ന കാര്യങ്ങൾ ഒക്കത്തില്ല, ഒന്നും മനുഷ്യരെ കൊണ്ട് പറ്റത്തില്ല, നമ്മളെല്ലാം വെറും ഭാവികൾ. അത് നിർത്ത. ദൈവത്തിന്റെ വചനത്തിലേക്ക് നീ വാ. ഈ ഭാഷ പറയുന്ന നിർത്ത. നീ പറ. ഈ പറയുന്ന പാത്തിൽ, ഈ പറയുന്ന നോ, സ്റ്റാർട്ട് വിത്ത് നോയിങ്. അറിയുക, സ്വീകരിക്കുക, വിശ്വസിക്കുക, സ്വീകരിക്കുക, അനുസരിക്കുക. നീതിയുടെ ആയുധങ്ങളായി നിന്നെ തന്നെ സമർപ്പിക്കാതെ നീതിയുടെ ആയുധമായിട്ട് നിന്നെ സമർപ്പിക്കുക. Do it. Hallelujah. Hallelujah. You are connected to the cross of Christ. കാൽവരിയുമായിട്ട് നീ ബന്ധിക്കപ്പെട്ടവനാണ്. ക്രൂശിലെ പ്രവൃത്തിയുടെ ഉള്ളത്തിൽ നടക്കുന്നവനാണ്. നീ ഇതൊക്കെയും ചെയ്യുന്നത് പാടില്ല എന്നുള്ള നിയമത്തിന്റെ കീഴിലല്ല, ന്യായപ്രമാണത്തിന്റെ കീഴിൽ, ശരി തെറ്റുകളുടെ കീഴിൽ ചെയ്യുന്നതല്ല. നീ ദൈവത്തിന്റെ മകനായിട്ട് വിശ്വാസത്തിൽ നിന്നെ തന്നെ എണ്ണിയും വിധേയപ്പെടുത്തിയും ചെയ്യുന്ന കാര്യങ്ങളാണ്. നീ ഇത് ചെയ്യുമ്പോൾ when you do it, നീ കൃപയനുഭവിക്കും. കൃപയനുഭവിക്കും. ഫലം എന്താണ്? കൃപയനുഭവിക്കുക. ഫലം എന്താണ്? പാപങ്ങൾ കർത്തൃത്വം ചെയ്യും. നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട് നീയായിരിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇതൊരിക്കൽ ചെയ്താൽ പോരാ. പല വിശ്വാസികളെ സംബന്ധിച്ച് ചില സമയത്ത് അവർ അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യം, ചില പ്രത്യേക സമയങ്ങളിൽ, ചില പ്രത്യേക ഉണർവിന്റെ സമയങ്ങളിൽ, ചില പ്രത്യേക നിലയിൽ വചനമിടപെടുമ്പോൾ, ഒരു പ്രത്യേക നിലയിൽ അവരുടെ ഹൃദയം ഉണർത്തപ്പെടുമ്പോൾ, പ്രത്യേക സമയത്ത് അനുഭവിക്കുന്നവരും അനീതി ആയുധങ്ങളായിട്ട് സമർപ്പിക്കാതെ നീതിയുടെ ആയുധമായിട്ട് നിങ്ങളെ തന്നെ സമർപ്പിക്കുമ്പോൾ, നിങ്ങളുടെ അവയവങ്ങളെ സമർപ്പിക്കുമ്പോൾ സ്വാതന്ത്ര്യം ഇടയ്ക്കിടെ നാം പലരും അനുഭവിക്കാറുണ്ട്. പോരാ. എങ്ങനെ അനുഭവിക്കണം? കണ്ടിന്യൂ, തുടർമാനമാണ്. അതാണ് നീതിക്ക്. 19-ാം വാക്യം നമുക്ക് വായിക്കാം. 19-ാം വാക്യം. നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം ഞാൻ മനുഷ്യരീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ. പണ്ട് നിങ്ങൾ ഇവണ്ണം സമർപ്പിച്ച് ജീവിച്ചതുപോലെ, പണ്ട് നിങ്ങൾ ഇവണ്ണം സമർപ്പിച്ച് ജീവിച്ചതുപോലെ. ഇറ്റ് വാസ് എ മാനർ ഓഫ് ലൈഫ്. ഇറ്റ് വാസ് എ ലൈഫ് ഓഫ് ദി ഓൾഡ് മാൻ. പഴയ മനുഷ്യന്റെ നടപ്പായിരുന്നു പണ്ട്. നിങ്ങളുടെ നാക്ക് കണ്ണ് പാപത്തിന് അടിമകളായിട്ട് ഏൽപ്പിച്ച് നടന്നതൊരു പരിചയമായിരുന്നു. ആ സ്ഥാനത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? വായിക്കുന്നത് എന്താണ്? ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി, നീതിക്കായി, now make it so habitual. അത് നിങ്ങളുടെ പതിവാക്കി തീർക്കുമേ. Hallelujah. Hallelujah. നമ്മുടെ പഴയ മനുഷ്യൻ അവരോട് ക്രൂശിക്കപ്പെട്ടു. ഈ സത്യത്തെ നാം അറിയുന്നു, സ്വീകരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ അനുസരണം, നീതിയുടെ അനുസരണം നമ്മുടെ ജീവിതത്തിൽ ഒരു യഥാർത്ഥമാക്കി തുടർമാനമാക്കി കൊണ്ടുവരും. കുഞ്ഞെ, നിന്റെ ജീവിതത്തിൽ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിൽ നിനക്ക് ജീവിക്കുവാനായിട്ടുള്ള ദൈവത്തിന്റെ പ്രമാണരേഖ ഞാൻ നിങ്ങളോട് പറയുകയാണ്. Praise the Lord. സജീവതയുള്ള യഥാർത്ഥ ഭക്തിയുടെ സത്യമായ നടപ്പിന്റെ ദൈവവചനത്തിന്റെ യാഥാർത്ഥ്യത്തിന്റെ യഥാർത്ഥ ക്രിസ്തീയത നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തപ്പെടും. ഹല്ലേലൂയ. നിങ്ങൾ അങ്ങനെ ഒന്ന് നടന്നു നോക്കിക്കേ. നിനക്ക് സാക്ഷി പറയുന്നവരുണ്ടായിരിക്കും എല്ലാ സെക്ടർ മീറ്റിംഗും. നിങ്ങൾക്ക് പുതിയ പുതിയ സാക്ഷ്യങ്ങൾ നിങ്ങളുടെ നടപ്പിൽ നിന്ന് പറയുവാനായിട്ട് നിങ്ങൾക്കുണ്ടായിരിക്കും. Make it habitual. പണ്ട് നിങ്ങൾ എങ്ങനെ അനീതിക്ക് നിങ്ങളെ തന്നെ വിധേയപ്പെടുത്തി ജീവിച്ചിരുന്നോ, ഇന്ന് നീതിക്ക് നിങ്ങളെ തന്നെ അവിടെ വിധേയപ്പെടുത്തി ജീവിക്കുക.
വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആ ഭാഗത്ത് എന്താ വായിക്കുന്നത്? നിങ്ങളുടെ അവരുടെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അങ്ങനെ നിങ്ങൾ ജീവിക്കുമ്പോഴാണ് യഥാർത്ഥ വിശുദ്ധീകരണത്തിലേക്ക് വരുന്നത്. ഹോളിനെസ്. പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിന്റെ ഫലമാണ് വിശുദ്ധി. You have become servants of God. പാപത്തിന്റെ ദാസ്യത്തിൽ നിന്ന് സ്വതന്ത്രനാകാത്ത ഒരു ഉപദേശിയും ദൈവദാസനല്ലെന്ന്. നിങ്ങളേത് കർത്താവിന്റെ വേല ചെയ്ത് കർത്താവിന്റെ ദാസിയെന്നോ കർത്താവിന്റെ ദാസനെന്നോ രണ്ട് കൈയും തുറന്നു നിന്നാലും മേളോട്ട് കൈ ഉയർത്തിയാലും തല ഉയർത്തി നിന്നാലും പാപത്തിന്റെ ദാസിയായിരിക്കുന്നിടത്തോളം നീ കർത്താവിന്റെ ദാസിയല്ല. പാപം എന്ന് പറയുന്ന യജമാനന് നീ നിന്നെ തന്നെ കീഴ്വഴക്കപ്പെടുത്തോളൂ. നിന്റെ ഉള്ളത്തിൽ നിന്ന് നീ തിരസ്കരിക്കാത്തടക്കാം നിനക്ക് ദൈവത്തിന്റെ ദാസനായിരിക്കാൻ കഴിയും. പാപത്തിൽ സ്വാതന്ത്ര്യം പ്രാപിച്ച ദൈവത്തിന്റെ ദാസന്മാരായി തീർന്നിരിക്കാൻ അതിന്റെ ഫലമാണ് വിശുദ്ധീകരണം. ജീവിതത്തിന്റെ സകല മേഖലകൾ കൂടുതൽ മേഖലകൾ ദൈവത്തിന്റെ ഹിതത്തിലേക്ക് നിങ്ങളുടെ ജീവിതം. അതാണ് വിശുദ്ധീകരണം. Bringing your different areas of life into the will of God. ദൈവഹിതത്തിലേക്ക് നിങ്ങളുടെ കുടുംബം വരിക, നിങ്ങളുടെ വ്യക്തി ജീവിതങ്ങൾ വരിക, നിങ്ങളുടെ ഔദ്യോഗിക ജീവിതം വരിക, നിങ്ങളുടെ ബിസിനസ് വരിക, നിങ്ങളുടെ ജീവിതത്തെ ബന്ധിക്കുന്ന എല്ലാ തലങ്ങളും ദൈവഹിതത്തിലേക്ക് വരുന്നതിന്റെ ഫലമാണ്. Praise the Lord. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു. ഫ്രീഡം ഫ്രം സിൻ. നമ്മൾ ചിന്തിച്ചു വന്ന കാര്യമാണ്. പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്ന നിമിത്തം നീതിക്ക് നമ്മെ തന്നെ വിധേയപ്പെടുത്തുക നിമിത്തം കൃപ നമ്മളിൽ വ്യാപരിക്കുക നിമിത്തം പാപത്തിൽ നമ്മുടെ മേൽ കർത്തൃത്വമില്ല. നാം പാപം സംബന്ധിച്ച് സ്വതന്ത്രരായിരിക്കും. നമ്മുടെ ഉള്ളിൽ നിന്ന് ഇച്ഛ, നമ്മുടെ മനസ്സോടുകൂടി നമുക്ക് പാപം ചെയ്യാൻ കഴിയും. നിങ്ങൾ മനസ്സില്ലാതാണ് പാപം ചെയ്യുന്ന, മനസ്സോടുകൂടിയാണ്. നിങ്ങളുടെ മനസ്സോടുകൂടി നിങ്ങൾക്ക് പാപം ചെയ്യാൻ കഴിയും. ശുദ്ധന്മാർ ഏറ്റവും കുറഞ്ഞ അവിടേക്ക് വരണം. ഐ ഡോണ്ട് കൺസെന്റ് ടു മൈ സിൻഫുൾ ആക്ഷൻ. പാപപ്രവൃത്തിക്ക് എന്റെ ഭാഗത്ത് നിന്ന് സമ്മതം. പാപത്തിൽ സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന്റെ ദാസന്മാരായി തീർന്നിരിക്കാൻ ഫലം വിശുദ്ധീകരണം. അതിന്റെ അന്തം നിത്യജീവൻ. അന്തം എന്താണത്? വിശുദ്ധീകരണത്തിന് ശേഷമാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾക്ക് നിത്യജീവനുണ്ടോ? നിങ്ങൾ നിത്യജീവൻ പ്രാപിച്ചു? ഞാൻ പറഞ്ഞതെല്ലാം തിരുത്തി പറയേണ്ട ആവശ്യമുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് കിട്ടുന്നതാണെന്നല്ലേ ഇവിടെ നാം വായിച്ചത്. ഏതാ ശരി? Do you have eternal life in you? നിങ്ങൾ നിത്യജീവനുണ്ടോ? ഉണ്ട്. ഇവിടെ പറഞ്ഞ നിത്യജീവൻ എന്താ? ഇവിടെ പറഞ്ഞ നിത്യജീവൻ നിങ്ങളിൽ കാണുന്ന നിത്യജീവനാണ്. ഉണ്ടെന്ന് നിങ്ങൾ പറയുന്ന നിത്യജീവൻ, പ്രകടമാകുന്ന നിത്യജീവൻ, നിങ്ങൾ പ്രകടമായിരിക്കുന്ന നിത്യജീവൻ മുഖാന്തരമുള്ള ജീവിതമാണ്. God's life is manifest. ദൈവിക ജീവൻ പ്രദർശിപ്പിക്കപ്പെടും, ദൈവിക സ്നേഹം പ്രദർശിപ്പിക്കപ്പെടും, ദൈവിക നീതി പ്രദർശിക്കപ്പെടും, ദൈവിക ഭാവങ്ങൾ പ്രദർശിക്കപ്പെടും. Divine nature is demonstrated. ദിവ്യ പ്രകൃതം പ്രദർശിക്കപ്പെടുന്നു. ഹല്ലേലൂയ. കേട്ടോ, നിത്യജീവൻ ഉള്ളിൽ പാത്തു വെച്ചുകൊണ്ട് നടക്കാനുള്ള ഒരു കാര്യമല്ലെന്നാണ് റോമാലേഖനത്താൽ നമ്മൾ പറഞ്ഞത്. എന്താണെന്നറിയാമോ? Let everybody see that. എല്ലാവരും കാണുന്ന ഒരു കാര്യം. ഹല്ലേലൂയ. Let everybody see that. നിങ്ങളുടെ നിത്യജീവൻ എല്ലാവരും കാണട്ടെ. എവിടെ തുടങ്ങണം? എവിടെ തുടങ്ങണം? Be free from sin. പാപത്തിലുള്ള സ്വാതന്ത്ര്യത്തെ തുടങ്ങി ദൈവത്തിന്റെ ദാസനാകുന്ന അനുഭവത്തിൽ മുമ്പോട്ട് പോകും. വിശുദ്ധീകരണമായിട്ട് അത് തീരണം. Praise the Lord. Hallelujah. നിത്യജീവനായിട്ട് അത് വെളിപ്പെടേണ്ടത്. സന്തോഷമായോ? ഇതെല്ലാം കേട്ട ശേഷം പറയുന്നതാണ്, കൊള്ളാം, ഇതൊക്കെ നടക്കുകയാണെങ്കിൽ കൊള്ളാം. നിങ്ങൾ എത്ര പേര് പറയും ഇത് നടക്കേണ്ടതായതുകൊണ്ടാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്?
ഇത് നടക്കാൻ പറ്റുന്നതുകൊണ്ടാണ് ഈ കാര്യം ആത്മാവിൽ സാക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നടക്കാൻ പറ്റുന്നതുകൊണ്ടാണ് പരിശുദ്ധാത്മയുടെ ഹൃദയത്തോട് ഈ കാര്യം എത്തിച്ചേർന്നത്. ദൈവത്തെ ചേർന്ന് മഹത്വപ്പെടുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായി തീർന്നിരിക്കുക. അതിന്റെ ഫലം വിശുദ്ധീകരണം. അതിന്റെ അന്ത്യം. Come on. Hallelujah. Hallelujah.